ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CBSE ക്ലാസ് 7 ഫസ്റ്റ് ചാപ്റ്റർ ഇൻറ്റിജേഴ്സ് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ടു നമ്പേഴ്സ്, അതായത് ഒരു ഇൻറ്റിജറും അതിൻ്റെ കൂടെ സീറോയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് നമ്പർ ഇറ്റ് സെൽഫ്. അതുകൊണ്ടാണ് സീറോനെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ആ ഒരു പേജ് നമ്പർ 4 അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഹെഡിങ് സെക്ഷനിൽ അതിൻ്റെ ലാസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, സീറോ ഈസ് എൻ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഫോർ ഇൻറ്റിജേഴ്സ്. അത് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, അത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് -8 + 0. ഓൾറെഡി ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്, -8. അതായത് സീറോൻ്റെ കൂടെ ഏതൊരു ഇൻറ്റിജറും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ. സെക്കൻഡ് വൺ 0 + -8. എത്രയായിരിക്കും ആൻസർ വരാം? -8. തേർഡ് വൺ -23 + 0. എത്ര ആൻസർ വരാം? -23. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? നെക്സ്റ്റ് ഫോർത്ത് വൺ 0 + -37. The answer is -37. Next one, fifth one വരുന്നത് 0 + -59 = -59. Sixth one 0 + dash = -43. ഡാഷിൻ്റെ അവിടെ എത്ര വരാം? -43 ആണ് കേട്ടോ ആൻസർ വരുന്നത്. അടുത്തത് സെവൻത്ത് വൺ -61 + dash = -61. അവിടെ എത്ര വരാം? സെയിം ആൻസർ കിട്ടണമെങ്കിൽ 0. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഡാഷ് + 0 = ഡാഷ്. നമുക്ക് ഇഷ്ടമുള്ള ഇൻറ്റിജർ അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 23 ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഫൈനൽ ആൻസർ ബിക്കം 23, +23. ഈ ഒരു സെക്ഷൻ ഈസിയാണ്, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതായത് നമ്മൾ ഏതൊരു ഇൻറ്റിജറിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെയിം ഇൻറ്റിജർ തന്നെയാണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ. ആ ഒരു സെക്ഷനിൽ, അതായത് ആ ഹെഡിങ്ങിൻ്റെ താഴെ നമുക്കിത് ആ ഒരു ഫോർമുലയുണ്ട്, അത് എഴുതി വയ്ക്കുക. ഇൻ ജനറൽ ഫോർ എനി ഇൻറ്റിജർ എ എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഒരു കളർ ബോക്സ്, അത് നമ്മുടെ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. a + 0 = a = 0 + a. അതായത് ഏതെങ്കിലും ഒരു നമ്പർ, അപ്പോൾ നമ്മളൊരു a എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇൻറ്റിജറായിട്ട്. അതായത് a + 0 എന്ന് എഴുതിയാൽ നമുക്ക് ആൻസർ a എന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ 0 + a എന്ന് എഴുതിയാലും ആൻസർ എന്താ കിട്ടുക? a എന്ന് തന്നെയാണ് കിട്ടുക. ഓക്കെ. അത് എഴുതിയിട്ട് ഒരു ബോക്സിലാക്കി വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 4 ട്രൈ ദീസ് ചെയ്ത് നോക്കാം. അതിൽ ട്രൈ ദീസിൽ ഫസ്റ്റ് വൺ ട്രൈ ദീസ് എഴുതാം, അതോടൊപ്പം പേജ് നമ്പർ എഴുതി വയ്ക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് whose sum gives ഓക്കെ. നമ്മളോട് പറയാണ് എ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് എന്ത് ചെയ്യണം? സം ചെയ്യണം, അതായത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതുപോലെ ആയിരിക്കണം നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. ഫസ്റ്റ് സബ് പറയുന്നത് ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കുന്നു. അപ്പോൾ എഴുതിയേക്കുക എ നെഗറ്റീവ് ഇൻറ്റിജർ. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താൽ, അതായത് നമുക്ക് ഏതെങ്കിലും 2 ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ബിക്കം എ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ. നമുക്കിതാ ഒരെണ്ണം എഴുതി വയ്ക്കാം. -10 + -5. അതായത് അഡീഷൻ സെയിം സൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് ആ സെയിം സൈൻ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 10 + 5 15. അപ്പം -15 ആൻസർ വരുന്നത്. മനസ്സിലാവുണ്ടോ പറയുന്നത്? ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഫൈനൽ ആൻസർ ബിക്കം 0 ആയിരിക്കണം. ഇത് ഈസിയാണ് അല്ലേ. നമുക്കൊരു എന്ത് ചെയ്താൽ മതി? ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ഇട്ട് കൊടുത്താൽ മതി. അതായത് -3 + +3 become 0. ഓക്കെ.
അടുത്തത് സിയുടെ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് an integer smaller than both the integers എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് an integer smaller than both the integer, അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം, നമ്മൾ എടുത്തിരിക്കുന്ന പെയർ ആഡ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ആ ഇൻറ്റിജേഴ്സിനേക്കാളും ചെറുതായിരിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. -5 + -7 = -12. ഡൗട്ട് ഉണ്ടോ ഇതെങ്ങനെയാണ്, എന്താ -12 ചെറുതായെന്ന്? നമുക്കൊരു നമ്പർ ലൈൻ വരച്ച് നോക്കാം. അതായത് -1, -2, -3, -4 അങ്ങനെ പോവും. ദെൻ -12, അതായത് ലെഫ്റ്റ് സീറോയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്തോറും വാല്യൂസ് എന്താ ചെയ്യണം, കുറഞ്ഞു വരാം. അതായത് 0-നേക്കാളും ചെറുതാണ് -1, -1-നേക്കാളും ചെറുതാണ് -2, -2-നേക്കാളും ചെറുതാണ് -4. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ -12 ആണ്. -12 എന്തിനേക്കാളും ചെറുതാണ്? -5-നേക്കാളും -7-നേക്കാളും സ്മോളർ ആണ്. മനസ്സിലായോ? നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ എടുത്തിട്ടുള്ള ഇൻറ്റിജേഴ്സിനേക്കാളും ചെറുതായിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഡി. an integer smaller than only one of integers. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ്റെ മീനിങ് പറയണത് നമുക്ക് കിട്ടുന്ന ആൻസർ ഇല്ലേ, ആ ആൻസർ എന്തായിരിക്കണം, നമ്മൾ ആഡ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഇൻറ്റിജേഴ്സിൽ ഒരെണ്ണത്തിനേക്കാളും ചെറുതായാൽ മതി. രണ്ടെണ്ണമല്ല, ഏതെങ്കിലും ഒരെണ്ണത്തിനേക്കാളും ചെറുതായാൽ മതി എന്ന്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. -5 + 6 = +1. ഓക്കെ, നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. 1 എന്തായിരിക്കണം, സ്മോളർ ദാൻ ഓൺലി വൺ ഓഫ് ദ ഇൻറ്റിജർ. അതാ 6നെ കമ്പയർ ചെയ്താൽ മതി. 6 ആണ് വലുത്, അതായത് 1 അതായത് ലെസ് ദാൻ 6, അതായത് 6-നേക്കാളും ചെറുതാണ് 1. ഓക്കെ, നെക്സ്റ്റ് ഇ. an integer greater than both the integers. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ്റെ മീനിങ് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ആ ആൻസർ എന്തിനേക്കാളും വലുതായിരിക്കണം, നമ്മൾ ആഡ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഇൻറ്റിജേഴ്സിനേക്കാളും വലുതായിരിക്കണം എന്ന്. അപ്പം നമ്മൾക്ക് എങ്ങനെ എഴുതാം? 2 + 3 = 5. നമുക്ക് കിട്ടിയ ആൻസർ 5. 5 എന്തിനേക്കാളും വലുതാണ്? 2-നേക്കാളും വലുതാണ്, 3-യേക്കാളും വലുതാണ്. ഓക്കെ, ആൻസർ നോട്ട് തന്നെ എഴുതാം കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് സെറ്റ്. ഓരോ ക്വസ്റ്റ്യൻ എപ്പോഴും പറയുന്നു, ഓരോ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. സെക്കൻഡ് സെറ്റ് പറയുന്നത് റൈറ്റ് a pair of integers whose difference gives. ഓക്കെ, നമ്മളോട് പറയാണ് 2 ഇൻറ്റിജേഴ്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇനി അവർ കുറച്ച് അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും എന്ന് കുറച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിലാണ് നമ്മൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് സബ് പറയുന്നത് എ നെഗറ്റീവ് ഇൻറ്റിജർ. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം, ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. 3 - 10.
നമുക്കറിയാം മൈനസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്, സൈൻ ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 3 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് സൈൻ ബിക്കം പ്ലസ് ആക്കാം. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് +10 ഈസ് -10. അഡീഷണൽ റൂളിലേക്ക് എത്തി അല്ലേ. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗ്ഗർ നമ്പറിൻ്റെ സൈൻ ഇടും. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് -7. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് ആൻസർ പെട്ടെന്ന് പറഞ്ഞു പോണത് കേട്ടോ. എല്ലാ വീഡിയോസും നമ്മൾ 2-3 തവണ കണ്ടതിന് ശേഷം വർക്കൗട്ട് ചെയ്യുക. അതിന് ശേഷം മാത്രം നമ്മൾ ഈ ട്രൈദീസും ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാവും. ഓക്കെ. ബി എന്താ പറയുന്നത്, ബിക്കം 0 ആയിരിക്കണം. ഫൈനൽ ആൻസർ ബിക്കം 0 ആയിരിക്കണം. ഓക്കെ. അപ്പം നമ്മൾക്ക് അത് ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആൻസർ നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. -2 മൈനസ് -2 സെയിം സൈന് സബ്ട്രാക്ട് ചെയ്യാൻ വന്നു. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൈനസ് സൈൻ വരുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്തിട്ട് മാത്രം നമ്മൾ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആദ്യത്തെ -2 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് സൈൻ ബിക്കം പ്ലസ് ആവും. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് -2 ഈസ് +2. ഫൈനൽ ആൻസർ ഈസ് 0. അടുത്തത് സി. സി വരുന്നത് an integer smaller than both the integers. ഓക്കെ. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം, ചെറുതായിരിക്കണം, സ്മോളർ ആയിരിക്കണം. എന്തിനേക്കാളും നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് എടുത്ത, മൈനസ് ചെയ്യാനെടുത്ത ഇൻറ്റിജേഴ്സിനേക്കാളും ചെറുതായിരിക്കണം എന്ന്. ഓക്കെ. -4 മൈനസ് 3. നമ്മൾ പണ്ടുണ്ട് മൈനസ് സൈൻ വരുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യാം. -4 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് സൈൻ ബിക്കം പ്ലസ്. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് +3 ഈസ് -3. ദെൻ അഡീഷൻ സെയിം സൈൻ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പം -7 കിട്ടും. നമുക്ക് കിട്ടിയ ആൻസർ -7 സ്മോളർ ദാൻ ബോത്ത് ദ ചെറുതാണ്. എന്താ, -7 എന്തിനേക്കാളും ചെറുതാണ്, -4നേക്കാളും ചെറുതാണ്, അതേപോലെ +3യേക്കാളും ചെറുതാണ്. ഓക്കെ. ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇവിടെയാണ് നോക്കേണ്ടത്. -4ഉം 3 കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡി. ആൻ ഇൻറ്റിജർ greater than only one of the integers. ഓക്കെ. ക്വസ്റ്റിൻ്റെ മീനിങ് എന്താ നോക്കാം. നമുക്ക് കിട്ടുന്ന ആൻസർ, n ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഗ്രേറ്റർ ദാൻ, വലുതായിരിക്കണം. എന്തിനേക്കാളും നമ്മൾ എടുത്തിരിക്കുന്ന, അതായത് സബ്ട്രാക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഇൻറ്റിജേഴ്സിൽ ഒരെണ്ണത്തിനേക്കാളും വലുതായാൽ മതി. ഓക്കെ. അപ്പോൾ അവിടെ എഴുതി വയ്ക്കാം 10 മൈനസ് 4. അപ്പം നമുക്കറിയാം മൈനസ് സൈൻ വരുന്ന സൈൻ ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 10 അങ്ങനെ തന്നെ എഴുതാം. മൈനസ് സൈൻ ബിക്കം പ്ലസ്. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് +4 ഈസ് -4. അഡീഷൻ ഡിഫറൻറ്റ് സൈൻ. ദെൻ നമുക്ക് സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗർ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ +6 കിട്ടും. ശരിയല്ല, നമുക്ക് കിട്ടിയ ആൻസർ 6 ആണ്. 6 എന്തിനേക്കാളും വലുതാണ്, -4നേക്കാളും, അതായത് +4നേക്കാളും വലുതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് പറയേണ്ടത്. ഞാൻ പെട്ടെന്ന് മൈനസ് സൈൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത് പറഞ്ഞുപോയി. അതായത് 6 4നേക്കാളും വലുതാണ്. അടുത്തത് ഇ. ആൻ ഇൻറ്റിജർ greater than both the integers. ഓക്കെ. ഇതിൽ നോക്കാം. ക്വസ്റ്റിൻ്റെ മീനിങ് ആദ്യം നോക്കിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ആൻ ഇൻറ്റിജർ, നമുക്ക് കിട്ടുന്ന ആൻസർ ഗ്രേറ്റർ ദാൻ, വലുതായിരിക്കണം. എന്തിനേക്കാളും, ബോത്ത് ദ ഇൻറ്റിജേഴ്സ്, നമ്മൾ സോൾവ് ചെയ്യാനായിട്ട്, അതായത് സബ്ട്രാക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഇൻറ്റിജേഴ്സിനേക്കാളും വലുതായിരിക്കണം നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. 13 മൈനസ് -8. ഒന്നും +13ഉം ഒന്നും -8 ആണ്. നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യാം. 13 മൈനസ് സൈൻ ബിക്കം പ്ലസ്.
ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് 8 ഈസ് പോസിറ്റീവ് 8. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരാം? 21. 21 എന്തിനേക്കാളും ബിഗർ ആണ്? 30നേക്കാളും, പോസിറ്റീവ് 30നേക്കാളും ബിഗർ ആണ്, ഗ്രേറ്റർ ആണ്. അതേപോലെ നെഗറ്റീവ് 8നേക്കാളും ഗ്രേറ്റർ ആണ്. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ വീഡിയോ കാണുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും നോട്ട്ബുക്കും പെന്നും വേണം. വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.